ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG അഡ്മിഷൻ 2024 നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. admission.uc.ac.in എന്ന വെബ്സൈറ്റാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ PGയുടെ എല്ലാ അപ്ഡേറ്റ്സിനായിട്ടും നമ്മുടെ ചാനലും കൂടെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. 22/6/2024 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗത്തിന് 470 രൂപയും SC/ST വിഭാഗത്തിന് 195 രൂപയുമായിരിക്കും വരുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ അവരുടെയോ അല്ലെങ്കിൽ രക്ഷകർത്താവിൻ്റെയോ ഫോൺ നമ്പറാണ് നൽകേണ്ടത്. OTP വെരിഫിക്കേഷൻ നടത്തുകയും തുടർന്ന് മൊബൈലിൽ ലഭിക്കുന്ന CAP IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷ പൂർത്തീകരിക്കേണ്ടതുമാണ്. അപേക്ഷാ ഫീസ് അടച്ചതിന് ശേഷം ലോഗിൻ ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്തു വയ്ക്കുക. നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ആ ഒരു പ്രിൻ്റ് ഔട്ടൊക്കെ നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപേക്ഷ സമർപ്പിച്ച് പ്രിൻ്റ് ഔട്ട് എടുത്ത വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ അവസാന തീയതി വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ലോഗൗട്ട് ചെയ്താലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. എഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളത് സേവ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എഡിറ്റ് ചെയ്തതിൻ്റെ പുതിയ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ പിന്നീട് എടുത്ത് വെക്കണം. ഓക്കെ. പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും, അതായത് ജനറൽ, മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, ഭിന്നശേഷി വിഭാഗക്കാർ, സംവരണ വിഭാഗക്കാർ എന്നിവയുള്ളവരെ എല്ലാം തന്നെ ഈ ഒരു CAP രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്തിരിക്കണം. മാനേജ്മെൻറ്റ്, സ്പോർട്സ്, NRI എന്നീ കോട്ടയിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഓൺലൈൻ രജിസ്ട്രേഷന് പുറമെ പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിലും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈൻ രജിസ്ട്രേഷന് വിദ്യാർത്ഥികൾക്ക് 10 ഓപ്ഷൻ വരെയാണ് നൽകാൻ സാധിക്കുന്നത്. കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം ലഭിക്കേണ്ട വിദ്യാർത്ഥികളെ അവർ തിരഞ്ഞെടുക്കുന്ന 10 കോളേജ് ഓപ്ഷനുകളിൽ ഉൾപ്പെടുന്ന എയ്ഡഡ് കോളേജുകളിലെ അർഹമായ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കായിരിക്കും പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് നിങ്ങൾ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള ഓപ്ഷൻസ് കൂടെ അതിൽ തന്നെ നിങ്ങൾ കൊടുക്കണം. അതിന് പ്രത്യേകമായിട്ട് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ കൊടുക്കുന്ന ജനറൽ മെറിറ്റിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഓപ്ഷനിൽ തന്നെയാണ് കമ്മ്യൂണിറ്റി കോട്ടയുടെയും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന എയ്ഡഡ് കോളേജസും കൂടെ നിങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് പബ്ലിഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കോളേജ് കോഴ്സുകൾ കൊടുക്കുമ്പോൾ ഈ ജനറൽ മെറിറ്റിൽ ഓപ്ഷൻസ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊടുക്കുക. ഓരോ കമ്മ്യൂണിറ്റിക്കും അർഹമായ കോളേജുകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കോളേജുകൾ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്ത 10 കോളേജ് ഓപ്ഷനുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഗവൺമെൻറ് എയ്ഡഡ് ശാസ്ത്രീയ കോളേജുകളിലെ കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും താല്പര്യമുള്ള ആഗ്രഹിക്കുന്ന ഓപ്ഷനുകൾ മുൻഗണനാ ക്രമത്തിൽ സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഡിഗ്രിക്ക് അത് അപ്ലൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതറിയാം എങ്ങനെയാണ് കോളേജ് കോഴ്സ് ഓപ്ഷൻസ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഗവൺമെൻറ് എയ്ഡഡ് ഒക്കെ തന്നെ ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് കൊടുക്കുക. കാരണം നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷനുകളുടെ ബേസിലായിരിക്കും അലോട്ട്മെൻറ്റ്സ് വരുന്നത്. സെൽഫ് ഫിനാൻസ് കോളേജുകളൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലൊക്കെ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് തന്നെ ലഭിക്കും. അതുകൊണ്ട് അങ്ങനെ കൊടുക്കാതെ ഗവൺമെൻറ് എയ്ഡഡൊക്കെ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷനുകളായിട്ട് കൊടുത്തിട്ട് താഴോട്ടുള്ള ഓപ്ഷനുകളായിട്ട് സെൽഫ് ഫിനാൻസ് കോളേജുകൾക്ക് കൊടുക്കുക. ഓക്കെ. ഇനിയും ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ PG CAP 2024-25 അപ്ലൈ നൗ എന്ന് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ അപ്ലൈ നൗ എന്നുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പേജിൽ 3 സ്റ്റെപ്സ് ആണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് CAP IDയും പാസ്വേഡും വേണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള രജിസ്ട്രേഷൻസ് മീൻസ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ പ്രിൻ്റ് എടുക്കുക എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കോഴ്സ് ലിസ്റ്റ്, അതുപോലെ ലാസ്റ്റ് ഇൻഡെക്സ്, പിന്നെ കമ്മ്യൂണിറ്റി കോട്ട ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോസ്പെക്ടസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നന്നായിട്ട് പ്രോസ്പെക്ടസ് ആദ്യം തന്നെ വായിച്ച് നോക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്യാൻ തുടങ്ങുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ലോഗിൻ ഓർ രജിസ്ട്രേഷൻ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി രജിസ്റ്റർ ചെയ്യാനായിട്ട് ന്യൂ യൂസർ ക്രിയേറ്റ് CAP ID എന്നുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ വാലിഡ് ആയിട്ടുള്ളത് കൊടുക്കുക. കാരണം അതിലേക്ക് നിങ്ങളുടെ CAP IDയും പാസ്വേഡും സെക്യൂരിറ്റി കീ ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വാലിഡ് ആയിട്ടുള്ളത് കൊടുക്കുക. ശേഷം ഗെറ്റ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക.
ശേഷം OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ കുറച്ച് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ളത് കൊടുക്കുക. കാരണം ഈ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ പിന്നീട് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതൊക്കെ കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ളത് കൊടുക്കുക, തെറ്റിക്കാതെ കൊടുക്കുക. അപ്പോൾ അത്രയും കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും കിട്ടും. ആ ഒരു ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും യൂസ് ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നെറ്റ് സ്പീഡൊക്കെ നോക്കുക. നല്ല നെറ്റ് സ്പീഡുള്ള സമയത്ത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. നല്ല ട്രാൻസാക്ഷനൊക്കെ സക്സസ്ഫുൾ ആവുകയുള്ളൂ. പിന്നെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഫെയിലായി നിങ്ങളുടെ പൈസ ഡെബിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് റീഫണ്ട് ആവാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു കാര്യമൊക്കെ ശ്രദ്ധിക്കുക. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു റെസിപ്റ്റിൻ്റെ പ്രിൻ്റ് എടുത്ത് വെക്കുക. കാരണം അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. Thank you.